ഈ ആഴ്ച കൺമുൻപിലെ, അതെ, നീ കണ്ട് ഭയപ്പെടുന്ന നിന്റെ കൺമുൻപിലെ ആ തിന്മ അലിഞ്ഞ് ഇല്ലാതായിത്തീരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രേഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് അറിയുന്നതിലും കേൾക്കുന്നതിലും നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും ആ സന്തോഷം തുടർന്നും അനുഭവിക്കുവാൻ അതിന് കാരണക്കാരനായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവിധത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം വലിയ മാറ്റങ്ങളുടെ, ദൈവികമായ വിടുതലുകളുടെ, നിങ്ങളുടെ വിടുതലിൻ്റെതായി മാറുവാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞ ആ സന്തോഷ വർത്തമാനം ആരോടൊന്നു? നിങ്ങളോട് തന്നെ. കണ്ണിന് മുൻപിൽ കണ്ണു തുറന്നാൽ ഭീകര രൂപം പൂണ്ട് ഇങ്ങനെ നിൽക്കുക പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, നിരാശയുടെ, ഭയത്തിൻ്റെ, ഭാരത്തിൻ്റെതായ അനുഭവങ്ങൾ. എന്തു ചെയ്യും? എങ്ങനെ മുൻപോട്ട് പോകും? അറിയത്തില്ല. അതെ, ആ അവസ്ഥയിൽ നിന്ന് ആ തിന്മയെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഐസ് അലിഞ്ഞില്ലാതായി തീരുന്നത് പോലെ, അല്ലെങ്കിൽ വേനലിൽ മഞ്ഞ് ഉരുകി മാറുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകും. അപ്പോൾ ആ ഉറപ്പ് കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു. ഒപ്പം ആ ഉറപ്പിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യം നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ സന്തോഷത്തിൻ്റെ സാക്ഷ്യത്തിൽ വരുന്ന ദിവസങ്ങളിലായിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടായിരിക്കുന്നു. വലിയ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. 2 സംഖ്യകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 6, 2 7. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇവിടെ നിന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നു. ഒരുപക്ഷെ ഈ വാക്യം വായിക്കുമ്പോൾ തന്ന ആലോചനയ്ക്കൊപ്പം, അല്ലെങ്കിൽ അതിലധികമായി എന്നെ സന്തോഷിച്ച 2 വാക്കുകൾ 6ഉം 7. വിശുദ്ധ വേദപുസ്തകം എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ഇതാണ്: എത്ര കഷ്ടം, എത്ര പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അതിൽ നിന്നൊക്കെയും ദൈവം നിങ്ങളെ വിടുവിക്കും. ചിലർ പറയും, പാസ്റ്റർ 1, 2, 3, 4 പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളായിരുന്നുവെങ്കിൽ ശരി. ഇത് എല്ലായിടത്തും എന്നും എപ്പോഴും കഷ്ടതയാണ്. എവിടേക്ക് തിരിഞ്ഞാലും പ്രതിസന്ധിയാണ്. ഏത് മേഖലയിലേക്ക് കാൽവെച്ചാലും അത് തന്നെ ഒന്നുകിൽ പരാജയം, അല്ലെങ്കിൽ തടസ്സം. നല്ലതൊന്നും കാണുവാൻ കഴിയുന്നില്ല. അയ്യോ വയ്യ, എന്നെ രക്ഷിക്കുവാൻ, എൻ്റെ ജീവിതം മെച്ചപ്പെട്ടൊരു നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. എന്തിന്? ദൈവത്തിന് പോലും കഴിയത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, ദൈവവും എന്നെ കൈവിട്ടു. മനുഷ്യർ ഒത്തിരി സഹായിച്ച് മാറി നിന്നേക്കാം തളരുമ്പോൾ, എന്നാൽ ദൈവം മാറി നിൽക്കത്തില്ല. എത്ര തന്നെ പ്രതിസന്ധിയിലൂടെ, പ്രതികൂലത്തിലൂടെ നീ കടന്നുപോയാലും നിശ്ചയമായും പ്രിയ ബ്രദർ, സിസ്റ്റർ, നിങ്ങളെ എൻ്റെ ദൈവം വിടുവിക്കും. യോബ് കേൾക്കുകയാണ്, 6 കഷ്ടത്തിൽ നിന്നും ദൈവം വിടുവിക്കും. തീർന്നോ? അപ്പോഴുടനെ യോബ് എണ്ണാൻ തുടങ്ങിക്കാണും, എത്ര കഷ്ടമായി. നോ, ആവർത്തിച്ച് പറയുന്നു, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടത്തില്ല. അവിടെ തീരുന്നില്ല, അത് തുടർമാനമായൊരു പ്രക്രിയയാണ്. 8-ലും 9-ലും എത്ര തന്നെ ശത്രു നിനക്ക് വിരോധമായി ആഞ്ഞടിച്ചാലും നിന്നെ തകർക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. കാരണം സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. തിന്മ അതേ നിന്നെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന യോബേ കേൾക്ക്. നീ അനുഭവിക്കുന്ന ഈ കഷ്ടമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, ആ പ്രതിസന്ധിയിൽ, ആ കഷ്ടത്തിൽ നീ തകർന്ന് ഇല്ലാതാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല എന്ന് അർത്ഥം. നോക്കൂ, വിശുദ്ധ വേദപുസ്തകത്തിൽ അവിധത്തിൽ തിന്മ കൺമുമ്പിൽ കണ്ട് ഭയന്ന് നിൽക്കുന്ന വ്യക്തികളുടെ
വലിയ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം അത് അനുഭവങ്ങളാണ്. അവർ നിലവിളിക്കുന്ന, വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ഹൃദയത്തെയും മുറിപ്പെടുത്തുന്ന, നമുക്കും സങ്കടങ്ങൾ സമ്മാനിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ രണ്ടാമത്തേതിൽ അല്ലെങ്കിൽ പിന്നത്തേതിൽ അത് വലിയ സാക്ഷ്യമാണ്. നമ്മെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന സാക്ഷ്യം. ആ വിധത്തിലൊരു സാക്ഷ്യത്തിലേക്ക് നോക്കൂ. ഗലീല കടൽ തീരം ഒരു രാത്രി പുലർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ കണ്ണിന് മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ തിന്മയുടെ പേര് പരാജയം അല്ലെങ്കിൽ ശൂന്യത. അതെ, പരാജയപ്പെട്ട ഒരു മനുഷ്യൻ ഒരു രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു. എന്നാൽ അധ്വാനത്തിന് ഏറ്റവണ്ണമുള്ള പ്രതിഫലം കിട്ടിയില്ല. ഡിയർ ബ്രദർ, അതെ, നിന്നെക്കുറിച്ചാ. സഹോദരി, നിന്നെക്കുറിച്ചാ. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്തു. ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കണം, അല്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുൻപോട്ട് പോകണം. ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആരെ കരയുന്നുണ്ട്? ഒരു വീട് വയ്ക്കാൻ വേണ്ടി പെടാത്ത പാടില്ല. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു. പക്ഷേ ഒരു ചെറിയ സമ്പാദ്യം വരുമ്പോൾ അത് വേറെ ഏതെങ്കിലും വഴിയിലങ്ങ് ചിലവഴിക്കപ്പെട്ടു പോകും. സങ്കടമല്ലേ? ഇപ്പോഴും സ്വന്തം ഭവനമില്ലെന്ന് പറയുമ്പോൾ കൂട്ടുകാരായി, നാട്ടുകാരായി, ബന്ധുക്കളായി, ചർച്ചക്കാരായി, നിൻ്റെ പ്രായത്തിലുള്ളവർ, പ്രായത്തിന് മുൻപേ ഉള്ളവർ, പ്രായം കടന്നു പോയവരൊക്കെ സ്വന്തം ഭവനത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അല്ലാത്തൊരു സങ്കടമാണ്. നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുന്നു. മനോഹരമായ ആ വിഷ്വൽസ്, നീ സ്വപ്നം കണ്ട ആ ഭവനത്തിൻ്റെ വിഷ്വൽസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ ഭവനം കർത്താവ് നിനക്ക് തരുവാൻ പോകുന്നു. മനോഹരമായ ഭവനം. ഇനിയും ഭവനത്തിന് വേണ്ടിയുള്ള നിൻ്റെ ആ കാത്തിരിപ്പിനെ, അതെ, പരിസമാപ്തിയില്ലാതെ ആ കാത്തിരിപ്പിൽ തന്നെ തുടരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കാത്തിരിപ്പിന് അന്ത്യമായി മനോഹരമായൊരു ഭവനം, സ്വന്തം ഭവനത്തിൽ നീ ഉറങ്ങുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പകുതി വഴിയിൽ കിടക്കുക. ആമേൻ. തുടങ്ങി, വളരെ പ്രതീക്ഷയോടെ തുടങ്ങി പാസ്റ്റർ, പക്ഷേ പകുതി വഴിയിൽ കിടക്കുക. തുടങ്ങി അന്ന് തൊട്ട് പ്രശ്നങ്ങൾ, അല്ലേ സഹോദരി? അതുവരെ കുഴപ്പമില്ലായിരുന്നു. വീട്ടിൻ്റെ പണി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ പ്രശ്നമാണ്. അതങ്ങനെയാണ്. ആമേൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ പാസ്റ്ററെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? അതങ്ങനെ എന്ന് പറയുവാൻ കാരണം ഒരു ഭക്തനായി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ആ വീട് നിൻ്റെ അനുഗ്രഹമായി മാറുവാൻ പോവുക. ആ വീട്ടിൽ ചില സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നിനക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് നീ പ്രാപിക്കരുതെന്ന് പറഞ്ഞ് അത് ജപ്തിയായി പോകണമെന്ന്, അല്ലെങ്കിൽ അത് വിറ്റ് കളഞ്ഞിട്ട് നീ ഓടണമെന്ന്, ഇനി അത് വിൽക്കണം പാസ്റ്റർ എന്നൊരു വാക്ക് പറയരുത്. ചേട്ടാ, നമുക്കിത് വിറ്റ് കളഞ്ഞിട്ട് എവിടേക്കും പോകാം. നോ, അത് നിൻ്റെ മോറിയ മലയാണ്. അത് നിൻ്റെ ബേർഷേവ മരുഭൂമിയാണ്. ആട്ടുകൊറ്റൻ അവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഉറവ അവിടെ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിട്ടിട്ട് പോകരുതേ. അവിടെ നിനക്കൊരു വാഗ്ദത്ത നിവർത്തിയുണ്ട്. ബ്രദർ, നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിനക്കൊരു വാഗ്ദത്ത നിവർത്തിയുണ്ട്. പ്രിയ സിസ്റ്റർ, ഒരു ഉറവ. ഓ മേൻ, എനിക്കറിയത്തില്ല ആ വാക്ക് ആവർത്തിച്ച് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. അവിടെ ഒരു ഉറവ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിറ്റിട്ട് പോയിക്കളെ. നോ, ആമേൻ. നോക്കൂ, ആ ഭയപ്പാട്, യോ എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കത്തില്ല. പണി പൂർത്തിയാകും. നീ ആ ഭവനത്തിനകത്ത് തന്നെ പാർക്കും. ആമേൻ. ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. ഒത്തിരി തവണ പരാജയപ്പെട്ടു. ഇപ്രാവശ്യവും പരാജയപ്പെടുമോ? അല്ലേ? ചോദ്യം അതാണ്. ഇപ്രാവശ്യവും പരാജയപ്പെടുമോ? അല്ലെങ്കിൽ ഇപ്രാവശ്യവും പഴയതുപോലെ പരാജയം എന്നെ തേടി വരുമോ? തേടി വരും, പക്ഷേ കൺമുൻപിൽ അത് അലിഞ്ഞില്ലാതാകും. ആ പരാജയം നിൻ്റെ കൺമുമ്പിൽ ജയമായി തീരും. മക്കളെ, പ്രാർത്ഥിച്ചു തുടങ്ങ്. നീ പ്രതീക്ഷിക്കുന്ന പരാജയം നിൻ്റെ കൺമുൻപിൽ ജയമായി തീരുവാൻ പോകുക. അല്ല, എൻ്റെ കർത്താവ് നീ പ്രതീക്ഷിക്കുന്ന പരാജയത്തെ നിൻ്റെ കൺമുൻപിൽ ജയമാക്കി മാറ്റുവാൻ പോകുക. ആമേൻ. നോക്കൂ, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നിട്ടും നേരം പുലരാറായപ്പോൾ ഒഴിഞ്ഞ വല മാത്രം മിച്ചം. ഒരുപാട് കാലം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. എന്നിട്ടും വീട്ടിലെത്താൻ സമയമായപ്പോൾ ഒന്നുമില്ല.
ഒരുപാട് വർഷത്തെ സർവീസ് കഴിഞ്ഞ് റിട്ടയർ ആകാൻ നോക്കുമ്പോൾ കുറേ കടം മാത്രം മിച്ചം അല്ലേ. ഒരുപാട് നാളായി ആ സ്ഥാപനം നടത്തുകയാണ്. ഇപ്പോൾ ആ ദേശമൊക്കെ സ്ഥാപനത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടു. പലരും പറയുന്നത് ആ ദേശം മുഴുവൻ നിൻ്റേതായെന്ന്. പക്ഷെ നമുക്കല്ലേ അറിയത്തുള്ളൂ. ഉള്ള കിടപ്പാടത്തിൻ്റെ പ്രമാണം പോലും പോകണേ ബാങ്കിൽ അവിടെ തന്നെ അവിടെ ഇരിക്കുക. അങ്ങനെയാ. സ്തോത്രം. ഒന്നുമില്ല, മിച്ചം ഒന്നുമില്ല. അധ്വാനം മുഴുവനും വെറുതെയായി. ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെയായി പാസ്റ്റർ. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെയായി. അവരെ പഠിപ്പിച്ചത് വെറുതെയായി. അവർക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി. അവർ മുഖാന്തരം എനിക്കെന്തെങ്കിലും നന്മ നേട്ടം വേണ്ട. അവരുടെ ജീവിതമെങ്കിലും നന്നായി ഇല്ല. അവർക്കൊന്നും ആകുവാൻ കഴിയുന്നില്ല. ഒരിടത്തും എത്തുവാൻ കഴിയുന്നില്ല. ആർക്കും ഒന്നിനും പ്രയോജനപ്പെടുവാൻ കഴിയാതെ ഇപ്പോഴും നിരാശയിൽ. അതേ, ആ മക്കളെക്കുറിച്ച് ഓർത്ത് കരയുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, കേൾക്ക്. നിന്റെ അധ്വാനം വൃഥാവായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. കൺമുമ്പിൽ ആ ഒരു തിന്മ, ശൂന്യത എന്ന തിന്മ. തിരികെ പോകുമ്പോൾ വീട്ടിൽ തൻ്റെ അമ്മായിയമ്മ ദീനമായി കിടപ്പുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. ചിന്ത ഇതായിരിക്കണം, എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ എന്ത് പറയും? അന്നത്തെ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും? എൻ്റെ മരുമകൻ ചെക്കൻ മീൻ പിടിച്ച് അത് വിറ്റ് കൊണ്ടുവരുന്ന ക്യാഷിന് എനിക്ക് മെഡിസിൻ വാങ്ങിത്തരും, അല്ലെങ്കിൽ നല്ലൊരു വൈദ്യൻ്റെ അടുക്കൽ എന്നെ കൊണ്ടുപോകും, എനിക്ക് നല്ല ആഹാരം തരും. പക്ഷേ ആ മരുമകൻ ചെക്കൻ ഗലീല തീരത്ത് അന്തം വിട്ട് കുന്തം വിഴുകി നിൽക്കുക. എങ്ങനെ എൻ്റെ അമ്മായിയമ്മയെ ഫേസ് ചെയ്യും? പലരുടെയും പ്രശ്നം അതാ, എങ്ങനെ ചിലരെ ഫേസ് ചെയ്യും? ആമേൻ. പരാജയപ്പെട്ടായിരിക്കുന്ന ചിലർ ചിന്തിക്കുക, എങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഫേസ് ചെയ്യും? എന്നിൽ വിശ്വാസം അർപ്പിച്ചവരെ എങ്ങനെ ഫേസ് ചെയ്യും? ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതിയവരെ എങ്ങനെ ഫേസ് ചെയ്യും? ഞാൻ എന്തെങ്കിലുമൊക്കെ തീരുമെന്ന് കരുതിയവരെ എങ്ങനെ ഫേസ് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി അവരുടെ കഴിവിനപ്പുറം സഹായിച്ചവരെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? എനിക്ക് വേണ്ടി നിന്നവരെ, എനിക്ക് കൈ തന്നവരെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ഇല്ലാത്ത ഭാരത്തോടായിരിക്കുന്നു. കേൾക്ക്, ആ തിന്മ, നിന്നെ ഭയപ്പെടുത്തുന്ന ആ തിന്മ, ആ ശൂന്യതയെന്ന തിന്മ ഒന്നുമാകുവാൻ കഴിയാതെ, അതേ പ്രിയ ബ്രദർ, സിസ്റ്റർ, ഡിയർ പ്രൈസർ ഫാമിലി, കേൾക്ക്, ആ തിന്മ നിന്നെ തൊടത്തില്ല. ആ പരാജയത്തോടെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അർത്ഥാൽ ആ പരാജിതനായ നിന്നെ എൻ്റെ ദൈവം നിൻ്റെ ഭവനത്തിൽ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തത്തില്ല. പകരം എന്തു ചെയ്തു നോക്കൂ. വചനം പറയുന്നു 5-ാമത്തെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷമാണ് കേട്ടോ. അവൻ്റെ പടക് നിറഞ്ഞു, ആ ശൂന്യതയ്ക്ക് അറുതി വന്നു. കൺമുമ്പിൽ ശൂന്യത അലിഞ്ഞലിഞ്ഞില്ലാതായി തീർന്നു. അപ്രഭാതത്തിൽ മൂടി നിൽക്കുന്ന മഞ്ഞ് സൂര്യകിരണങ്ങളിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നത് പോലെ ആ തിന്മ, പത്രോസിനെ ഭയപ്പെടുത്തിയ തിന്മ അവൻ്റെ കൺമുൻപിൽ അലിഞ്ഞലിഞ്ഞലിഞ്ഞില്ലാതായി. ആ കടമെന്ന തിന്മ നിൻ്റെ കൺമുൻപിൽ ഇപ്പോൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കടമെന്ന തിന്മ, പലിശക്കടമെന്ന തിന്മ, ജപ്തി നടപടി എന്ന തിന്മ, യെസ്, അത് അലിഞ്ഞലിഞ്ഞില്ലാതാകുക. രോഗമെന്ന തിന്മ, ദീർഘനാളുകളായി നിന്നെ ബാധിച്ചിരിക്കുന്ന, നിൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുന്ന, ഒന്നുമാകുവാൻ കഴിയാത്ത വിധത്തിൽ പലരിലും ആശ്രയിച്ച് ഇപ്പോഴും പലരുടെ പിന്നാലെയും നിന്നെ നടക്കുമാറാക്കുന്ന രോഗമെന്ന തിന്മ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പോകുക. യെസ്, ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം എന്നെ കേൾക്കുന്ന ചിലർ ഇപ്പോൾ അനുഭവിക്കുക. ശരീരം കൊണ്ട് മഞ്ഞുരുകി മാറുന്നത് പോലെ ചിലരുടെ ശരീരത്തിൽ നിന്ന് രോഗാത്മാവ് വിട്ടുപോകുക. യെസ്, ദീർഘനാളുകളായി, ആമേൻ, പ്രാർത്ഥിക്കും. ദീർഘനാളുകളായി നിങ്ങളെ ബന്ധിച്ച ആ രോഗബന്ധനം അഴിഞ്ഞു മാറുക. നിങ്ങൾ ഫ്രീ ആകുക. സ്തോത്രം. ശരീരം കൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക. വിശ്വസിക്കുന്നവർ ദൂത് ഏറ്റെടുക്കുക. സൗഖ്യം വ്യാപരിക്കുക. ആ മനസ്സ് ഫ്രീ ആകുക. മരിച്ചാൽ മതി എന്നുള്ള ചിന്ത, സൂയിസൈഡ് ടെൻഡൻസി, ഡിപ്രഷനുകൾ, യെസ്, യേശുവിൻ നാമത്തിൽ മുറിക്കകങ്ങളിൽ നിന്ന് ചിലർ പുറത്തു വരുവാൻ പോകുക. ആ തിന്മ നിൻ്റെ കൺമുൻപിൽ, അതിൻ്റെ ഭീകരത നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തായിത്തീരും ഈ അവസ്ഥ തുടർന്നാൽ? എന്തായിത്തീരും? സ്തോത്രം. ഈ അവസ്ഥ തുടർന്നാൽ എന്തായിത്തീരും? ആമേൻ. എൻ്റെ ഭർത്താവ് ഇങ്ങനെ പോയാൽ എൻ്റെ ജീവിതം എന്തായിത്തീരും? മക്കളുടെ ജീവിതം എന്തായിത്തീരും? അവൻ ഈ മദ്യപാനം ഇങ്ങനെ തുടർന്നാൽ, ഈ കൂട്ടുകെട്ടിലൂടെ തന്നെ പോയാൽ
ഈ ലഹരികളുടെ ഉപയോഗം അവൻ്റെ ജീവിതത്തിൽ തുടർമാനമായി ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നീ ഭയപ്പെടുന്നതൊന്നുണ്ട്. എന്നാൽ കേൾക്ക്, നിൻ്റെ കൺമുൻപിൽ നീ ഭയപ്പെടുന്ന ആ തിന്മ മദ്യമുഖാന്തരം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, വലിയ പ്രതിസന്ധിയിൽ നിൻ്റെ ജീവിതത്തെ തളച്ചിടുവാൻ നിൽക്കുന്ന ആ തിന്മ നിനക്ക് മുമ്പിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകും. ആ മദ്യമെന്ന തിന്മയിൽ നിന്ന് പ്രിയ ഫാമിലി, നിങ്ങൾ ഫ്രീ ആകുവാൻ പോവുകയാണ്. ഭർത്താവിൻ്റെ കൂട്ടുകെട്ടെന്ന്, മക്കളുടെ കൂട്ടുകെട്ടെന്ന്, ഭാര്യയുടെ കൂട്ടുകെട്ടെന്ന് ആ തിന്മയിൽ നിന്ന്. ആമേൻ. ഇതൊരു പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നോക്കൂ, പത്രോസിനോട് ചോദിക്കും, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പത്രോസ് പറയും, ഞാൻ അധ്വാനിച്ച രാത്രിയിൽ മുഴുവൻ എനിക്കൊപ്പം ഇല്ലാതിരുന്ന ഒരുവൻ ഈ പ്രഭാതത്തിൽ എനിക്കൊപ്പമുണ്ട്. സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഞാൻ അധ്വാനിച്ച് പരാജയപ്പെട്ട രാത്രി മുഴുവൻ എനിക്കൊപ്പം ഇല്ലാതിരുന്ന ഒരുവൻ ഈ പ്രഭാതത്തിൽ എനിക്കൊപ്പമുണ്ട്. അവൻ്റെ പേര് നസ്രയനായ യേശു എന്നത്രേ. ഡിയർ ബ്രദർ, ഡിയർ സിസ്റ്റർ, പ്രിയ മാതാവേ, പിതാവേ, പൊന്നുമക്കളെ, നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ ഇന്നലകളിൽ കാണാത്ത യേശുവുണ്ട്. എനിക്കറിയത്തില്ല, നിൻ്റെ വീട്ടിനകത്ത് യേശുവുണ്ട്, നിൻ്റെ ജീവിതത്തിൽ യേശുവുണ്ട്. യേശുവുണ്ടെങ്കിൽ നീ ഭയപ്പെടുന്നത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. സ്തോത്രം. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നീ ഭയപ്പെടും, അതുറപ്പാ. കാരണം തിന്മ അങ്ങനെയാ, ഭയപ്പെടുത്തും, പക്ഷെ അത് നിന്നെ തകർക്കത്തില്ല. അത് പടികടന്നകത്ത് വരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഗലീലയിലെ കാനാവിലെ ഒരു ഭവനത്തിനകത്ത് യേശു ഇരിപ്പുണ്ട്. ഭവനത്തിനകത്ത് യേശുവുണ്ട്, പുറത്ത് ഒരു തിന്മയുണ്ട്. തീർന്നു പോകുന്ന വീഞ്ഞ് തീരുന്നത് കൊണ്ട് മുടങ്ങിപ്പോയേക്കാവുന്ന, അല്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു അനുഭവവും വിവാഹ സൽക്കാരവും. ആമേൻ. ആരോ സന്തോഷത്തിൻ്റെതായ ചില അനുഭവങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്, പക്ഷേ അതിനൊത്തവണ്ണമുള്ള ക്യാഷ് കയ്യിൽ വന്നിട്ടില്ല. ആ വിവാഹത്തിന് വേണ്ട ക്യാഷ് കയ്യിൽ വന്നിട്ടില്ല. ആ വിസയ്ക്ക് കൊടുക്കുവാൻ വേണ്ട ക്യാഷ് കയ്യിൽ വന്നിട്ടില്ല. ടിക്കറ്റ് എടുക്കുവാൻ വേണ്ട ക്യാഷ് കയ്യിൽ വന്നിട്ടില്ല. മക്കളുടെ ഫീസ് അടയ്ക്കുവാൻ വേണ്ട ക്യാഷ് കയ്യിൽ വന്നിട്ടില്ല. EMI അടയ്ക്കുവാൻ വേണ്ട ക്യാഷ് കയ്യിൽ വന്നിട്ടില്ല. കേൾക്ക്, അത് മുഖാന്തരം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന പ്രതിസന്ധി പടികടന്ന് വരത്തില്ല. താങ്ക് ലോർഡ്. യേശു ഉള്ളയിടത്ത് ആ തിന്മ വരത്തില്ല. വചനം പറയുന്നു, യേശുവുള്ള ഭവനത്തിനകത്ത് ആ ശൂന്യത കടന്നു വന്നില്ല. അർത്ഥാൽ യേശുവുള്ള വീട്ടിൻ്റെ പടികടന്ന് യേശുവുള്ളവൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിന്മയും കടന്നു വരത്തില്ല. നീ ഭയപ്പെടുന്ന ആ തിന്മ, അത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആ പരാജയം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആ കണ്ണുനീർ, ആ നിരാശ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേ ഇല്ല. ആ തിന്മ യേശുവുള്ള പകലിൽ, യേശുവില്ലാത്ത രാത്രിയിൽ കടന്നു വന്ന തിന്മ കഴിഞ്ഞു പോയി. അതെ മക്കളെ, യേശുവുള്ള പകൽക്കാലമായി നിങ്ങൾക്ക് മുൻപിലുള്ള ജീവിതങ്ങൾ മാറട്ടെ. ഫ്രഷേഴ്സ് കുടുംബത്തിലെ അംഗങ്ങൾ യേശുവുള്ളവരായി തന്നെ നിൽക്കുവാൻ ചേർന്ന് നിൽക്കുക. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അവൻ അകത്ത് വരും. നിങ്ങളുടെ അത്താഴമേശയുടെ ഇല്ലായ്മയ്ക്കൊപ്പം അവൻ ഇരിക്കും. സന്തോഷത്തിൻ്റെ പുതിയ പ്രഭാതങ്ങളെ അവൻ നിങ്ങൾക്ക് സമ്മാനിക്കും. നോക്കൂ, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആ വിധത്തിൽ ഒരു തിന്മയെ ഫേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ കൺമുമ്പിൽ ഒരു തിന്മ. ഗലീല കടലിൽ, ഒന്ന് ഗലീല കടൽ കരയിലെങ്കിൽ അടുത്തത് ഗലീല കടലിൽ. ആ തിന്മ എന്താണ്? അവരുടെ പടക് മുങ്ങുമാറായി. അവരുടെ യാത്ര അക്കരയ്ക്കാണ്, അക്കരെ എത്തിയില്ല. പകുതി വഴി വെച്ച് പടക് മുങ്ങുമാറായി. ആരോ ചിലർ പറയുന്നുണ്ട്, പാസ്റ്റർ ഞാൻ പ്രതീക്ഷയോടെ യാത്ര തുടങ്ങി, എന്നാൽ ഒരിടത്തും എത്തുവാൻ കഴിയാതെ, ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ പകുതി വഴിയിൽ ഞാനായിരിക്കുന്നു. എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയത്തില്ല, പിന്തിരിയുവാനും കഴിയാത്ത അവസ്ഥ. കേൾക്ക്, അവിടെ പകുതി വഴിയിൽ പരാജയപ്പെട്ട് നിന്റെ യാത്ര അവസാനിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ യാത്ര പകുതി വഴിയിൽ മുടങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നീ എന്തു പ്രതീക്ഷിച്ച് കടന്നുപോയോ അത് നീ പ്രാപിക്കും. ആ രാജ്യത്ത് നിനക്കനുകൂലമായ നിയമങ്ങളുണ്ടാകും. PR-കൾ ലഭിക്കും, വർക്ക് പെർമിറ്റുകൾ ലഭിക്കും, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും. എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. ആമേൻ. ഇവിടെ കാറ്റാഞ്ഞു വീശി,
ആ കാറ്റ് തിരമാലയെ ഉയർത്തി തിരമാല പടകിനെ മുക്കുമാറാക്കി. വലിയ പ്രതിസന്ധിയാണ്, വലിയ പ്രതിസന്ധി. ഏതു നിമിഷവും പടക് മുങ്ങിപ്പോകാം. ഗലീലക്കടലിൻ്റെ അടിത്തട്ടിൽ ആണ്ടുപോയ അനേകരുടെ സ്വപ്നങ്ങളെയും ജീവിതങ്ങൾക്കും അവസാനം വെച്ച മരണം, കടലിലെ മരണം, ആ ബോട്ട് അപകടം ഞങ്ങളെയും തേടി വരാം. ആ അവസ്ഥയിൽ അവർ എത്തിച്ചേർന്നു. എന്നാൽ യേശു ആ കടലിനെ ശാന്തമാക്കി. അവർ കൺമുമ്പിൽ കണ്ട തിന്മ, മരണമെന്ന തിന്മ, പകുതി വഴിയിലുള്ള യാത്രയുടെ അവസാനമെന്ന തിന്മ, അങ്ങെത്തുവാൻ കഴിയാതെ പോകുക എന്ന തിന്മ, ഗലീലക്കടലിലെ അടിത്തട്ടിലെ വാസമെന്ന തിന്മ, അതവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എൻ്റെ യേശു ഇട വരുത്തിയില്ല. അതെ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, യേശു നിന്നോട് കൂടെയുണ്ട്. ആ തിന്മ, തകർച്ചയെന്ന തിന്മ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. പ്രിയ സഹോദരി, നീ കരുതും പോലെ നിൻ്റെ ജീവിതം പകുതി വഴിയിൽ അവസാനിച്ചു പോകുവാൻ, ഭർത്താവിൻ്റെ വഴിക്ക്, നീ നിൻ്റെ വഴിക്ക്, മക്കൾ അവരുടെ വഴിക്ക്, നോ, അങ്ങനെയൊന്നും സംഭവിക്കുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല. നിങ്ങൾ ഒരുമിച്ച്, നീയും നിൻ്റെ ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ആ ദേശത്ത് പാർക്കും. ആ ദേശത്ത് പാർക്കും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ നിങ്ങൾ ആ ദേശത്ത് പാർക്കും. അവിടെ സ്തോത്രം, അവിടെ നിൻ്റെ അഡ്രസ്സിനെ മാറ്റുവാൻ നിൽക്കുന്ന ചില വ്യക്തികൾ, നിനക്കതറിയാം. അവിടെ നീ ഉണ്ടാകരുതെന്ന്, നീ വന്നതുപോലെ തിരികെ പോകണമെന്ന് കരുതിയായിരിക്കുന്നവരുടെ മുൻപിൽ നിൻ്റെ അഡ്രസ്സ് അവിടെ ഉണ്ടാകും. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. അവസാനിച്ചു പോകും. കൺമുമ്പിൽ മരണമാണ്, ഇനിയില്ല. ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിൽ പോയിക്കോ, ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇല്ല, തീർന്നിട്ടില്ല. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം യേശു നിന്നോട് കൂടെയുണ്ട്. കാരണം യേശു നിൻ്റെ അടുക്കലുണ്ട്. യേശു നിന്നെ തേടി വരുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം, യേശു ഒരു വീട് തേടി പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് എഴുതി തുടങ്ങുമ്പോൾ ഒരു വീട്ടിനകത്ത് യേശു ഇരിക്കുക. 11-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളെ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു വീട് തേടി യേശു പോവുകയാണ്. ആ വീടിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു മരണം നടന്ന വീട്. മരണം നടന്ന ഉടനെയാണോ യേശു പോകുന്നത്? അല്ല, 4-ാമത്തെ ദിവസമാണ് യേശു പോകുന്നത്. 4-ാമത്തെ ദിവസമായിട്ടും പിരിഞ്ഞു പോകാത്ത ദേശവാസികൾ ആ ഭവനത്തിന് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ആ ഭവനത്തിൽ മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ കല്ലറയ്ക്ക് ചുറ്റുമുണ്ട്. അത്രമാത്രം ഒപ്പമുള്ളവർക്ക് സ്നേഹനിധിയായ ദേശത്തിന് വേണ്ടപ്പെട്ട ഒരുത്തൻ, അവൻ്റെ സഹോദരിമാർ കണ്ണുനീരോടെ ഭവനത്തിനകത്തായിരിക്കുന്നു. അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ യേശു ആ വീട് തേടിപ്പോയി. യേശു ആ വീട് തേടിപ്പോയി. എന്തിനാ? ആ സഹോദരിമാരെ ഭയപ്പെടുത്തിയൊരു തിന്മയുണ്ട്. ഞങ്ങൾ നാളെ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകും? എത്ര നാൾ ഞങ്ങൾക്കിനി പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയും? സഹായിക്കുവാനൊക്കെ ചിലർ കുറച്ച് ദിവസങ്ങളിലൊക്കെ കാണും, അല്ലേ? അങ്ങനെയാ നമ്മുടെ ജീവിതത്തിലൊരു നഷ്ടം വരുമ്പോൾ ആദ്യമൊക്കെ സഹായിക്കുവാൻ ആരെങ്കിലും കാണും. കൂടെ ഉള്ളവരൊക്കെ പറയും, പേടിക്കേണ്ടടാ, അതിനൊക്കെ ജോലിയില്ലെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ. എത്ര ദിവസം, അല്ലേ? ഞങ്ങളുണ്ട്. അമ്മയപ്പന്മാർ പറയും എത്ര ദിവസം, സഹോദരങ്ങൾ പറയും എത്ര ദിവസം, സിസ്റ്റർ അങ്ങനെയല്ലേ, മക്കളെ കൂട്ടുകാരൊക്കെ പറയും ഞങ്ങളുണ്ട്. പക്ഷേ എത്ര ദിവസം, എത്ര ദിവസം? ആ കല്ലറയ്ക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കൂട്ടമുണ്ട്. പക്ഷേ എത്ര ദിവസം? അധിക ദിവസം കാണത്തില്ല. ആ നഷ്ടത്തിൽ, ആ നഷ്ടപ്പെടലിൻ്റെ തീരാ വേദനയിൽ ഒടുങ്ങിപ്പോകുവാൻ, ആ സഹോദരിമാർ ഒടുങ്ങിപ്പോകുവാൻ യേശുവിൻ്റെ കടന്നുവരവ് ഇടയാക്കിയില്ല എങ്കിൽ നിൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരികയാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, പ്രതീക്ഷകൾ അസ്തമിച്ച നിൻ്റെ ജീവിതത്തിലേക്ക് പുതിയ വാതിലുകളെ തുറന്നു തരുവാൻ, ആ സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് കല്ലറയുടെ വാതിൽ തുറന്നതുപോലെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന് നീ കരുതുന്ന ചില നന്മയുടെ അനുഭവങ്ങളെ തിരികെ നിന്നിലേക്ക് തരുവാൻ, ആ ജോലി തിരികെ നിന്നിലേക്ക് വരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആമേൻ. ഓ താങ്ക് യു ലോർഡ്. ആ നന്മ, നിൻ്റെ അവകാശം, നിൻ്റെ കുടുംബ ഷെയർ നിന്നിലേക്ക് വരിക. ഇനിയും ശത്രു അതിനെ കവരുവാനോ അതിനെ കവർന്നെടുക്കുവാനോ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഇനിയും ഒരിക്കലും ശത്രു അതിനെ കവരുവാൻ, ആ നന്മയെ കവരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ അവകാശം അത് നിന്നിലേക്ക് എത്തുവാൻ പോവുകയാണ്. കൺമുൻപിൽ
അവർ ഭയപ്പെട്ട തിന്മ അലിഞ്ഞില്ലാതായി. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ ഭാരപ്പെടുത്തുന്ന ആ തിന്മകളെല്ലാം ഇതാ എൻ്റെ കൺമുമ്പിൽ യേശുവിൻ്റെ നാമത്തിൽ അലിഞ്ഞ് ഇല്ലാതായിരിക്കുന്നു. അതെ, അവിധത്തിൽ ആ തിന്മകളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് തിന്മ തൊടാതെ മുന്നേറുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസ് ദി ഫാമിലിക്കൊപ്പം നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും ഉപവാസ പ്രാർത്ഥനയിലൂടെയും അവിധത്തിൽ മുൻപോട്ട് വരുവാൻ നിങ്ങൾക്കും കഴിയും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസ് ദി ഫാമിലിക്കൊപ്പം ചേർന്ന് ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ അവസരമുണ്ട്. കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ നമ്മൾ ഒരുമിച്ച് പ്രൈസ് ദി ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന പരമ്പരയുമായി ലൈവിൽ ഒരുമിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായി തീർന്നത് ഒരു കുടുംബത്തിൻ്റെ സ്പോൺസർഷിപ്പാണ്. അതുപോലെ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് അനേകരിലേക്ക് എത്തുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും അവസരമുണ്ട്. അതിന് ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ 6 കഷ്ടതയിൽ നിന്നും ദൈവം യോബിനെ വിടുവിക്കും. 7ാമത്തെ തിന്മയും തൊടുകയില്ല എന്ന് ഉറപ്പ് നൽകുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഉറപ്പ് അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ. ഇവരുടെ മുൻപിൽ നിൽക്കുന്ന ആ തിന്മ, തൊഴിലില്ലായ്മ എന്ന തിന്മ മാറിപ്പോകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. കുടുംബജീവിതത്തിനകത്തെ പ്രശ്നങ്ങളെന്ന കലഹമെന്ന കലക്കമെന്ന ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ആ തിന്മ മാറിപ്പോകട്ടെ. ഇവർ സന്തോഷവും സമാധാനവും അനുഭവിക്കട്ടെ. കടമെന്ന പലിശക്കടമെന്ന ജപ്തി നടപടികളെന്ന തിന്മ ഇവരെ വിട്ടു പോകട്ടെ. രോഗമെന്ന തിന്മ ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. ഇവർ സൗഖ്യമുള്ളവരായി തീരട്ടെ. എല്ലാ രോഗങ്ങളും ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിലും ലഹരികൾക്കും അടിപ്പെട്ട് ഭവനങ്ങൾക്കകത്ത് സമാധാനം നൽകാതെ, സന്തോഷം നൽകാതെ നരകജീവിതം നയിക്കുന്ന സഹോദരന്മാർ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ആ തിന്മ വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ. വാടക വീടുകളെന്ന തിന്മ മാറി സ്വന്തം ഭവനമെന്ന നന്മ വെളിപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ. ദേശം ഇവർ അവകാശമാക്കി തീരട്ടെ. കൊയ്ത്തിനായി ഇവരെ അങ്ങ് ഒരുക്കണമേ കർത്താവേ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പല വിധത്തിലുള്ള നിയമ തടസ്സങ്ങളാൽ, നിയമക്കുരുക്കുകളാൽ, പോളിസി ചേഞ്ചുകളാൽ തിന്മ അനുഭവിക്കുന്നവർ ആ തിന്മ മാറിപ്പോകട്ടെ. PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ, വിസകൾ ലഭിക്കട്ടെ, സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസിറ്റിംഗ് വിസകളിലായിരിക്കുന്നവർ നല്ല ജോലികളെ നൽകി മാനിക്കട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവരുടെ യേശുവേ സ്വർഗ്ഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അല്പം ജീവിക്കുവാനുള്ള നിവൃത്തിയായപ്പോൾ ഭർത്താവിനെ കൈവശമാക്കുവാൻ, ഭാര്യയെ കൈവശമാക്കുവാൻ ഒപ്പമുള്ളവർ തന്നെ ഒരുക്കുന്ന എല്ലാ ചതികളും മാറിപ്പോകട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസ് ദി ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. മറക്കണ്ട. പ്രൈസ് ദി ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ സഭയുടെ മീറ്റിംഗുണ്ട്. രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസ് ദി ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ലൈവായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കടന്നു വരാം. പ്രൈസ് ദി ഫാമിലിയിലേക്ക് സ്വാഗതം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസ് ദി ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസ് ദി ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രൈസ് ദി ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.